നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോയാണിത്. കാലാനുക്രമമായിട്ട് ഭാരതീയ അലങ്കാരികന്മാരുടെ ഗണം 2022 ചോദിച്ചു. ഭാമഹൻ, മമ്മടൻ, വിശ്വനാഥൻ, വാമനൻ, ജഗന്നാഥ പണ്ഡിതൻ എന്നിവരെയാണ് നൽകിയിരുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് ഒന്നാമതായിട്ട് വരുന്ന ഭാരതീയ കാവ്യാലങ്കാരികന്മാരിലെ ഒരാൾ ഭാമഹനാണ്. ഭാമഹൻ അദ്ദേഹത്തിൻ്റെ കൃതി കാവ്യ അലങ്കാരമാണ്. അപ്പോൾ കാലക്രമത്തിൽ കൃതി ചോദിച്ചാൽ ഒന്നാമതായിട്ട് കാവ്യ അലങ്കാരമാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമതായിട്ട് വരുന്നത് വാമനനാണ്. രീതി ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, രീതിരാത്മാ കാവ്യസ്യ എന്നുള്ളതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വാമനനാണ്. അദ്ദേഹമാണ് വിശിഷ്ട പദരചനാ രീതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വിശിഷ്ട പദരചനാ രീതി എന്നുള്ളത്. പിന്നെ ചേരുംപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു. രീതിയാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഈ ഭാമഹനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചോദ്യം ഒന്ന് കാവ്യത്തിൻ്റെ നിർവചനമാണ്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം. അതുപോലെ തന്നെ ധർമാർത്ഥ കാമമോക്ഷേഷു എന്ന് തുടങ്ങുന്ന കാവ്യപ്രയോജനത്തെക്കുറിച്ചുള്ള നിർവചനവും കാവ്യാലങ്കാരത്തിലാണ് ഭാമഹൻ പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടാമതായി പറഞ്ഞത് വാമനൻ്റെ കാര്യമായിരുന്നു. വാമനൻ്റെ കൃതിയായിട്ട് വരുന്നത് കാവ്യാലങ്കാര സൂത്രവൃത്തിയാണ്. അത് ഓർക്കണേ, കാവ്യാലങ്കാര സൂത്രവൃത്തി. പിന്നെ രീതിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. രീതി തന്നെ അദ്ദേഹം മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: വൈദർഭി, ഗൗഡീയ, പാഞ്ചാലി. അത് മുൻകാല പരീക്ഷയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടതാണ്. വൈദർഭി എന്ന് പറഞ്ഞാൽ സമഗ്ര ഗുണ വൈദർഭിയാണ്. അതുപോലെ ഗൗഡിയ എന്ന് പറഞ്ഞാൽ ഓജകാന്തിമതി ഗൗഡിയ, ഓജകാന്തിമതി എന്ന് വന്നിട്ട് ചേരുംപടിയിലായിരുന്നു അത് കൊടുത്തിരുന്നത്. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ മാധുര്യ സൗകുമാരിയോ പപ്പന്ന പാഞ്ചാലി. അതിനകത്ത് വരുന്നത് മാധുര്യവും സൗകുമാര്യവും, അത് രണ്ടും പാഞ്ചാലി വരും. ഗുണങ്ങളാണ്. ഗുണങ്ങളെല്ലാം തികഞ്ഞിട്ടുള്ളത് വൈദർഭ്യമാണ്. പിന്നെ ഓജസ്സും കാന്തിയും വരുന്നതാണ് ഗൗഡിയ. അദ്ദേഹത്തിൻ്റെ കാവ്യ നിർവചനമുണ്ട്. കാവ്യം ഗ്രാഹ്യം അലങ്കാരത്. അതുപോലെ സൗന്ദര്യം അലങ്കാരഹ എന്ന് പറഞ്ഞിരിക്കുന്നതും വാമനാണ്. മൂന്നാമതായിട്ട് ഓപ്ഷനിലുണ്ടായിരുന്ന മമ്മടനാണ്. മമ്മടൻ്റെ കൃതി കാവ്യപ്രകാശമാണ്. കാവ്യപ്രകാശം അദ്ദേഹത്തിനെക്കുറിച്ച് വരാറുള്ള ചോദ്യം, കഴിഞ്ഞ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്ന ചോദ്യമാണ്. കാവ്യപ്രയോജനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാരിക: കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേദ രക്ഷയതേ സദ്യഃ പരനിർവൃതയെ കാന്ത സംമിതതയോ ഉപദേശയുജേ. അത് ഞാൻ വിശദീകരിച്ചിരുന്നു അന്ന്. ഈ കാവ്യം എന്തൊക്കെയാണ് നൽകുന്നത്, കാവ്യം യശസ്സും അതുപോലെ അർത്ഥം, ധനം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ്. അതുപോലെ പിന്നെ ജ്ഞാനം നൽകുന്നു എന്നൊക്കെയുള്ളത് ആ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തദദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാപി എന്ന് പറയുന്ന ആ ഒരു ഭാഗവും കാവ്യനിർവചനത്തിൽ ചോദിക്കാറുണ്ട്. അടുത്ത ആൾ വിശ്വനാഥനാണ്. വിശ്വനാഥൻ്റെ കൃതി വരുന്നത് സാഹിത്യദർപ്പണമാണ്. സാഹിത്യദർപ്പണത്തിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ല, ആ ഒരു പേരേ ചോദിക്കാറുള്ളൂ. സാഹിത്യദർപ്പണം എന്നുള്ള ആ കൃതിയെക്കുറിച്ചാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. അവസാനമായി നൽകിയിരിക്കുന്ന കാലക്രമത്തിൽ വരുന്നത് ജഗന്നാഥ പണ്ഡിതരായിരുന്നു. രസഗംഗാധരമാണ് ജഗന്നാഥ പണ്ഡിതരുടെ ആയിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദിക്കുന്നത് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദക കാവ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു 2022 ഒരു ചോദ്യമായി വന്നത്. അതിനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഗണികകളെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം ഇതിവൃത്തം സംവിധാനം ചെയ്തതെന്ന് ലീലാവതി ടീച്ചർ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രോത്സവമാണ്. ചന്ദ്രോത്സവത്തിലെ മേദിനി വെണ്ണിലാവാണ് നായികയായിട്ട് വരുന്നത്. അത് ചേരുംപടി കാണാറുണ്ട്. അതുപോലെ ചന്ദ്രോത്സവം എന്നുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓർക്കുന്നതിനോടൊപ്പം തന്നെ ക്രോണിക്കിളാണ് ഈ കൃതി എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. അത് അനന്തപുര വർണ്ണനമാണ്. അതും ലീലാവതി ടീച്ചർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഞാൻ പറയാം. കാലക്രമം അനുസരിച്ച് സാഹിത്യ പ്രസ്ഥാനങ്ങൾ വരുന്നത് ഏതാണെന്ന് ചോദിക്കും. അതിൽ നിങ്ങൾ ഓർക്കേണ്ടത് വെൺമണി പ്രസ്ഥാനം, കൊടുത്തിരിക്കുന്ന വെൺമണി പ്രസ്ഥാനമാണ് ഒന്ന്. അത് തന്നെയാണ് ഒന്നാമതായിട്ട് വരേണ്ടത്. പിന്നീട് രണ്ടാമതായിട്ട് വരുന്നത് പച്ചമലയാള പ്രസ്ഥാനമാണ്. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് ഇവിടെ കാൽപ്പനിക പ്രസ്ഥാനമാണ് വരുന്നത്. നാലാമത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഓപ്ഷനിൽ വരുന്നത് DABC എന്നുള്ളതായിരുന്നു. വെൺമണി പ്രസ്ഥാനം, അതുപോലെ തന്നെ പച്ചമലയാള പ്രസ്ഥാനം, കാൽപ്പനികം. അതുപോലെ ഇനി നിയോ ക്ലാസിസിസം എന്ന് പറഞ്ഞൊരു കാര്യം വരികയാണെങ്കിൽ ഇത് കാൽപ്പനികത്തിന് തൊട്ട് മുൻപേ എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്ത് പോകണം.
പിന്നെ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പച്ചമലയാള പ്രസ്ഥാനം എന്ന് പറഞ്ഞതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് പച്ചമലയാള പ്രസ്ഥാനത്തിൽ ഇത് CP അച്യുതമേനോനുമായിട്ടുള്ള വാഗ്വാദത്തിനൊടുവിലാണ് ഈ പച്ചമലയാള പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പച്ചമലയാളത്തിൽ കൃതികൾ എഴുതാൻ പറ്റില്ല എന്നുള്ള CPയുടെ വാദത്തിന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നല്ല ഭാഷ എഴുതുന്നു. അതിൻ്റെ വർഷം ഓർത്തിരിക്കണം, 1891 അത്. പിന്നെ വരുന്നത് ഒടി വരുന്നുണ്ട്. ഒടി എന്ന് പറഞ്ഞിട്ട് ഒരു ആഭിചാരക്രിയകളും മന്ത്രവാദമൊക്കെ വരുന്നതായിട്ട് സ്ഥിരം ചോദ്യം വരുന്നതാണ്. ഒടി എഴുതിയതും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അതുപോലെ കുണ്ടൂരിൻ്റെ 4 ഭാഷാ കാവ്യങ്ങൾ വരുന്നുണ്ട്. കോമപ്പൻ, പാക്കനാർ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പച്ചമലയാള പ്രസ്ഥാനത്തിൽ വരുന്നത്. പിന്നെ തങ്കമ്മ എന്ന് പറഞ്ഞ കാവ്യം വരാറുണ്ട്. തങ്കമ്മ എന്നതിൻ്റെ ആദ്യ ഭാഗം എഴുതിയിരിക്കുന്നത് പന്തളം കേരളവർമ്മയാണ്. അതിനുശേഷം രണ്ടാം ഭാഗം ഉള്ളൂരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 പേര് ചേർന്നിട്ടാണ് ഈ തങ്കമ്മ ഭാഗം 1ഉം 2ഉം എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ആ ഒരു പ്രസ്ഥാനത്തിനകത്ത് വരുന്ന കൃതി ഒരു ചോദ്യം വരാറുണ്ട്. ഒരു പതിവ്രതയുടെ കഥ, അന്തർജനത്തിൻ്റെ അപരാധം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3 എണ്ണം ഒരുമിച്ച് തന്നിട്ട് അത് ആരാ എഴുതിയിരിക്കുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒടുവിൽ എഴുതിയിരിക്കുന്നതാണ്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെ പച്ചമലയാള കൃതികളാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക. അടൂരിൻ്റെ സിനിമകളുടെ ഗണം ചോദിക്കാറുണ്ട്. തിരക്കഥകൾ അതെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിന് നമ്മൾ കോഡൊക്കെ പറഞ്ഞാണ് പഠിച്ചിട്ടുള്ളത്. അടൂരിൻ്റെ ചലച്ചിത്രങ്ങൾ: സ്വയംവരം 1972 സ്വയംവരം, പിന്നെ 77 കൊടിയേറ്റം, എലിപ്പത്തായം 81, മുഖാമുഖം 84, അനന്തരം 87, മതിലുകൾ 89, വിധേയൻ 93, കഥാപുരുഷൻ 95, നിഴൽക്കൂത്ത് 2003, 4 പെണ്ണുങ്ങൾ 2007, ഒരു പെണ്ണും രണ്ടാണും 2008, പിന്നെയും വൺസ് അഗെയിൻ 2016. ഇവിടെ നമ്മൾ ഇതിൽ കൊടുക്കാറുള്ള ഒരു കോഡ്: സ്വയം കൊടി പിടിച്ച അടൂരിലെ എലികൾ, മുഖാമുഖം നോക്കി, അനന്തരം മതിലിൽ കയറി, വിധേയത്വത്തോടെ കഥാപുരുഷൻ്റെ നിഴലുകളെ നോക്കി, 4 പെണ്ണുങ്ങളും ഒരു പെണ്ണും രണ്ടാണും, പിന്നെയും 2016. ഇങ്ങനെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കാറുള്ളത്. പിന്നെ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് എഴുതാമെന്നുള്ളത്. അത് കാണാതെ അങ്ങ് പഠിച്ചേക്കുക. അത് നേരെ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക, അതേ ചെയ്യാനുള്ളൂ. ഇപ്പം ഇവിടെ സ്വയംവരത്തിൽ അടൂരും KP കുമാരനുമാണ് കേട്ടോ അതിൻ്റെ സ്വയംവരത്തിൻ്റെ വരുന്നത്. പിന്നെ ഇതിനകത്ത് മതിലുകൾ ബഷീറിൻ്റെ കഥ എടുത്തിരിക്കുന്നു. അതുപോലെ വിധേയൻ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവുമാണ് സക്കറിയയുടെ, അതാണ് വിധേയൻ എന്നുള്ള ചലച്ചിത്രം വായിക്കുന്നത്. തകഴിയുടെ 6 കഥകൾ എങ്ങാണ്ടാണ്, 8 കഥകളാണ് പിന്നെ ചലച്ചിത്രങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അടുത്ത ചോദ്യം പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അത് കൊണ്ടുവന്നത് ആരാണ്? അത് കൊണ്ടുവന്നത് എലിയട്ടാണ്. TS എലിയട്ടാണ് അത് കൊണ്ടുവന്നത്. അത് നമ്മൾ എലിയട്ട് എന്നുള്ള O എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എടുത്തിരിക്കുന്നത്, ഓർക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് മില്യു എന്നാണ്. ഇത് ആദ്യമായിട്ട് കാണുകയാണ്. മില്യു എന്നുള്ളത് ഹിപ്പോലൈറ്റ് ടെയിനാണ്. സിനേസ്തസിസ് എന്ന് നമുക്കറിയാം, അത് I.A. റിച്ചാർഡ്സ് ആണ്. സിനേസ്തസിസ് I.A. റിച്ചാർഡ്സ്. ഇൻ്റർടെക്സ്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവ. അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ജൂലിയ ക്രിസ്റ്റേവയുടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, ചരിത്ര സംഭവങ്ങളുടെ കാലക്രമം എന്നുള്ളത്. മലബാർ കലാപം ആണ് ഒന്നാമതായിട്ട് വരിക. നൽകുന്നത് എപ്പോഴും ഇത് തന്നെയായിരിക്കും. മലബാർ കലാപം ഒന്നാമതായിട്ട് വരും. അതിൽ പിന്നെ 1921 മാപ്പിള ലഹള അല്ലെ മലബാർ കലാപം എന്ന് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം വരുന്ന വർഷം 1924 ആണ്. 25 കാലഘട്ടത്തിലാണ് വരുന്നത്, പക്ഷേ 24 നമ്മൾ എടുക്കുന്നത്. പിന്നെ വരുന്നത് ഉപ്പു സത്യാഗ്രഹമാണ്. 1930 മാർച്ച് 12 ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ആരംഭിക്കുന്നത്. പിന്നെ ഇവിടെ 1930 ഏപ്രിലാണ് K. കേളപ്പൻ പയ്യന്നൂർ വെച്ച് ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതെന്ന് ഓർക്കുക. അടുത്ത ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. അതാരാണ് നടത്തിയതെന്നുള്ളത് ഓർക്കണം. തിരുവിതാംകൂറിലെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് നടത്തിയതെന്ന് ഓർക്കുക. അപ്പോൾ ഈ 4 എണ്ണമാണ് ഓർക്കേണ്ടത്. 1 മലബാർ, 2 വൈക്കം, 3 ഉപ്പ്, 4 ക്ഷേത്രം. ഇങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി ആശാൻ്റെ കുറച്ച് വരികൾ തന്നിട്ട് അത് ഏതിലെയാണെന്ന് ചോദിച്ചിരുന്നു. ഒന്നാമതായി കൊടുത്തിരുന്നത് സ്നേഹമാണ് അഖിലസാരമൂഴിയിലാണ്.
അത് നളിനിയിലെ വരിയാണ്, നളിനി. പിന്നെ അതുപോലെ തന്നെ സ്നേഹിക്കുണ്ണി നീ ദ്രോഹിക്കുന്ന ജനത്തെയും, ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. സ്നേഹിക്കുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും വിചിത്ര വിജയത്തിലാണ്, വിചിത്ര വിജയം തന്നെയും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ചോദ്യം. സ്നേഹത്തെ കരുതി സ്വയം കഴുകിൽ 100 ആവർത്തി ചത്തിടുവിൻ. സ്നേഹത്തെ കരുതി സ്വയം കഴുകിൽ 100 ആവർത്തി ചത്തിടുവിൻ. ഈ വരി പ്രരോദനത്തിലെയാണ്, ARൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ വരിയാണെന്ന് ഓർക്കുക. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം, അത്രേ നൽകിയിരുന്നുള്ളൂ. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. അത് ചണ്ടാല ഭിക്ഷുകിയിലെ വരിയാണ്, ചണ്ടാല ഭിക്ഷയിലെ വരിയാണ്, അത് ഓർക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മുൻപ് കണ്ട അതേ ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. വിവക്ഷിത വാചിധ്വനിയുടെ പിരിവുകൾ ഏതൊക്കെ? അസംലക്ഷ്യവും സംലക്ഷ്യവുമാണ്. ഇനി അതല്ലാതെ വേറൊരെണ്ണം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവായിട്ട് വരിക അർത്ഥാന്തര സംക്രമിത വാചിധ്വനിയും അത്യന്ത തിരസ്കൃത വാചിധ്വനിയും. മനസ്സിലായോ? വിവക്ഷിതമല്ലാതെ അവിവക്ഷിതമായിട്ടുള്ള വാചിധ്വനി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ മറ്റു 2 എഴുതിയാൽ മതി. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മറ്റു 2 നിങ്ങൾക്ക് ലഭിക്കും. അർത്ഥാന്തര സംക്രമിത വാചിധ്വനിയും അത്യന്ത തിരസ്കൃത വാചിധ്വനിയും. ഇനി അടുത്തത് NN കക്കാടിൻ്റെ കവിതകളിൽ ഉത്തങ്കൻ കഥാപാത്രം വരുന്നത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു, വജ്രകുണ്ഡലമാണ്. അതുപോലെ അടുത്തൊരു ചോദ്യം, രചനാകാലമനുസരിച്ച് MT വാസുദേവൻ നായരുടെ കൃതികളുടെ ഗണം ചോദിച്ചിരുന്നു. അതിൽ നൽകിയ 4 ഘട്ട പിന്നെ കാലം, അസുരവിത്ത്, 2-ാം ഊഴം എന്നിവയാണ്. അപ്പം ആദ്യം വരുന്നത് 4 ഘട്ടമാണ്. 1958 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 1958 4 ഘട്ട് വരുന്നു. അപ്പുണ്ണിയാണ് അതിനകത്തെ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് 1962 അസുരവിത്താണ്. മൂന്നാമതായിട്ട് ഇതിന് നൽകിയിരിക്കുന്ന 1970 കാലവും. നാലാമതായിട്ട് വരുന്നത് 1985 വന്ന 2-ാം ഊഴവുമാണ്. അപ്പം അസുരവിത്തിലെ കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. അതുപോലെ കാലത്തിൽ സേതുവാണ്. 2-ാം ഊഴത്തിൽ ഭീമനാണ്. അതാണ് ഓർക്കേണ്ടത്. ഭാഷാശാസ്ത്ര മേഖലയിൽ നിന്നൊരു ചോദ്യമാണ്. പ്രവാഹി എന്ന വിഭാഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ അക്ഷരങ്ങൾ മാത്രം ഒന്ന് പറയാം. അതായത് വായും ഴായുമാണ്. വാ ഴ പ്രവാഹിയിൽ വരുന്നത് വായും ഴായുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ നമ്മൾ പല രീതിയിൽ തിരിക്കാറുണ്ട് അതിനെ. അപ്പം ഇതിനകത്ത് വിരാമങ്ങൾ കാ മുതൽ മാ വരെ വർഗ്ഗാക്ഷരങ്ങളും വരുന്നതാണ് വിരാമങ്ങൾ. വിരാമങ്ങൾ എന്ന് പറഞ്ഞാൽ കാ തൊട്ട് മാ വരെയുള്ള കാഗണം, അതായത് കാവർഗം, ചവർഗം, ടവർഗം, തവർഗം എന്ന് പറയുന്നത് പവർഗം, ഇത്രയും വരുന്നതാണ്. ഇനി ഘർഷങ്ങൾ എന്ന് പറയുന്നത്, ഘർഷത്തിൽ വരുന്ന അക്ഷരങ്ങൾ ശാഷ സാഹായാണ്. ശാഷ സാഹ. പാർഷികൾ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ലായും ളായും. പാർഷികൾ ലായും ളായുമാണ്. കമ്പിതം റാ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ കമ്പിതമാവുന്നുണ്ട്, റാ. ഒരു ഉൽക്ഷിപ്തം ചോദിക്കും. ഉൽക്ഷിപ്തം ഒരു ചോദ്യമായിരുന്നു അതിന് മുമ്പത്തെ പരീക്ഷയിൽ. രായാണ് ഉൽക്ഷിപ്തം, രാ. കമ്പിതം റായും ഉൽക്ഷിപ്തം രായും. പ്രവാഹികൾ 3 വരിക. യാ വാ ഴ. യാ വാ ഴ. ഇവിടെ നൽകിയിരുന്നത് വായും ഴായും മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും നിയോജക പ്രകാരത്തിൻ്റെ ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വെരിൻ, കാണാൻ, പോകും, നിൽക്കട്ടെ, തരണം. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വെരിൻ, ഇൻ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അട്ടേ വരും അതിനകത്ത്. അപ്പോൾ നിൽക്കട്ടെ. അപ്പോൾ 2 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ തന്നെയാണ് ചെയ്ത് നോക്കേണ്ടത്. നവരസങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. വീരം, കരുണം, ഹാസം, ശോകം, അത്ഭുതം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇത് ചോദ്യത്തിൽ വരുന്ന. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് സ്ഥായി ഭാവം കൂടെ ചേർത്താണ് തരുന്നത്. അപ്പോൾ സ്ഥായി തെറ്റിപ്പോകരുത്. ഇവിടെ നൽകിയിരിക്കുന്നതിൽ വീരം, കരുണം, അതുപോലെ അത്ഭുതമാണ് വരുന്നത്. ഹാസവും ശോകവും സ്ഥായി ഭാവങ്ങളിൽ പെടുന്നവയാണ്. ഹാസ്യമാണ് അവിടെ രസമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, രാമനാട്ടം എത്ര ഒരു ദിവസം കൊണ്ടാണ് ചിട്ടപ്പെടുത്തിയത്? എത്ര ദിവസത്തേക്കാണെന്ന് ചോദിച്ചാൽ 8 ആണ് കേട്ടോ. 8 ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ 8 കഥകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പുത്രകാമേഷ്ടി, സീതാ സ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, തോരണയുദ്ധം, സേതുബന്ധനം, യുദ്ധം. ഇങ്ങനെയാണ് ഇവിടെ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ എസ് ഗുപ്തൻ നായരുടെ 2 കൃതികൾ എപ്പോഴും 2 കൃതികളല്ല, ഇസങ്ങൾക്കപ്പുറം എന്നുള്ള കൃതി ചോദിക്കും. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന സൃഷ്ടിയും സ്രഷ്ടാവുമായിരുന്നു ചേരുംപടിയിൽ. പക്ഷേ ഇസങ്ങൾക്കപ്പുറം എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് എസ് ഗുപ്തൻ നായരുടെയാണ്. ഇസങ്ങൾക്കിപ്പുറം എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് പി ഗോവിന്ദപിള്ളയാണ്.
ദക്ഷിണ ദ്രാവിഡത്തിൽപ്പെട്ട ഭാഷകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരുന്നതിൽ വരുന്നത് 1 തുളുവാണ്, 2 കന്നഡയാണ്, കന്നഡ, 3 തോതയാണ്. ബാക്കി നൽകിയ തെലുങ്കും ഗോണ്ടിയാണ്. അത് ദക്ഷിണ ദ്രാവിഡത്തിലല്ല. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൃഷ്ടിയും സ്രഷ്ടാവും വരുന്ന ആ ചേരുംപടിയിൽ വന്ന മറ്റ് കൃതികൾ തത്വവും മനുഷ്യനും ചോദിച്ചു. അത് സുകുമാർ അഴീക്കോടിൻ്റെയാണ്. സുകുമാർ അഴീക്കോടിൻ്റെ കൃതികളുടെ കാലക്രമം നോക്കിക്കോണം, അത് ചോദ്യത്തിലുണ്ടായിരുന്നു. അനന്യം ആർ വിശ്വനാഥൻ, രുതിരാനുസാരി കവി എം തോമസ് മാത്യുവിനെയാണ് രുതിരാനുസാരി കവി എന്നുള്ള കൃതി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതിൽ നിന്നാണ്. അതായത് സന്ധി, ലീലാതിലകത്തിലെ സന്ധികൾ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ചോദിച്ചത് ലോനഹ പഞ്ചമേഷു എന്ന ലീലാതിലക സൂത്രത്തിൻ്റെ ഉദാഹരണമാണ്. ലോനഹ പഞ്ചമേഷു വെണ്ണീർ, പിന്മാറ്റം, തന്മൂലം, നന്മ എന്നുള്ളതാണ്. അപ്പം ഈ ഞനമവങ്ങൾ, അതായത് ജ്ഞാതികൾ, ഞനമവങ്ങൾ പരമായാൽ ലകാരം നകാരമായി തീരുന്നതാണ് ലോനഹ പഞ്ചമേഷു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നന്മയാണ്, നന്മ. ഉത്തരം വരുന്നത് നന്മയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഉദാഹരണം വേറെ കൊടുക്കുകയാണെങ്കിൽ നെൽമുള, നെൽ പ്ലസ് മുള നെന്മുളയായി മാറുന്നത്. അടുത്ത ചോദ്യമാണ് കടമ്മനിട്ടയുടെ കവിതകൾ ഉൾപ്പെടുന്ന ഗണം. അതും ഒരു ചോദ്യമാണ്, 2-3 പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. കടമ്മനിട്ടയുടെ മാത്രമായിട്ട് വരുന്ന കവിതകളെല്ലാം. അപ്പോൾ അതിനകത്ത് കൊടുത്തിരുന്നത് നഗരത്തിൽ ഒരു യക്ഷൻ ഉണ്ടായിരുന്നു, അത് ആറ്റൂരിൻ്റെയാണ്. നഗരത്തിലൊരു യക്ഷൻ ആറ്റൂർ രവിവർമ്മയുടെയാണ്. പിന്നെ ഒന്ന് കഷണ്ടി ആയിരുന്നു, കഷണ്ടി KGSൻ്റെയാണ്. ചാക്കാല എന്നുള്ള കവിത, അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി എന്ന് തുടങ്ങുന്ന, നമ്മളും പോയെന്ന് അറിയണ്ടേന്ന് തുടങ്ങുന്ന ചാക്കാല. അതുപോലെ മറ്റൊരു കവിത വന്നിരിക്കുന്നത് കിരാതവൃത്തമാണ്, കിരാതവൃത്തം. അതുപോലെ മറ്റൊരു കവിത ഇതിനകത്ത് കൊടുത്തിരുന്നത് കണ്ണൂർ കോട്ടയാണ്, കണ്ണൂർ കോട്ട. അപ്പോൾ തെറ്റിച്ച് കളയാൻ ചാൻസ് ഉള്ളത് കണ്ണൂർ കോട്ടയാണ്, ഓർത്ത് വയ്ക്കുക. നഗരത്തിലൊരു യക്ഷൻ ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, ആറ്റൂരിൻ്റെ ആണെന്ന് ഓർക്കുക. ഇനി അടുത്തത് സ്ഥിരം ചോദ്യമാണ്, അതായത് 3 പരീക്ഷകളിൽ തുടർച്ചയായി വന്നതാണ് ആശാൻ്റെ കൃതികളുടെ കാലക്രമം എന്നുള്ളത്. അപ്പോൾ നൽകിയത് പ്രരോദനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി എന്നിവയാണ്. പ്രരോദനം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1919 എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത് ചിന്താവിഷ്ടയായ സീതയും 1919 നമ്മളിതിന് പഠിച്ചിരിക്കുന്നത് വീനലീഗ്ര പ്രജദുജഗ്ര എന്നുള്ള ഒരു കോഡാണ്. വീനലീഗ്ര പ്രജദുജഗ്ര എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പ്രരോദനമാണ്. അതുപോലെ അടുത്ത വരുന്നത്, രണ്ടാമതായിട്ട് വരുന്നത് ഇതാണ് ചിന്താവിഷ്ടയ സീത 1919. മൂന്നാമതായിട്ട് വരിക ദുരവസ്ഥയാണ്, 1922 ദുരവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് ചണ്ടാല ഭിക്ഷുകി വരുന്നത്, 1922 തന്നെ ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ അത് ഓർക്കുക. അടുത്ത ചോദ്യം സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ കാലക്രമം ചോദിച്ചെന്ന് കരുതുക. അതിനകത്ത് ആദ്യം വരിക ക്ലാസിസിസമാണ്. ക്ലാസിസത്തിന് ശേഷം വരുന്നത് റൊമാൻറ്റിസിസമാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് റിയലിസമാണ്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എക്സിസ്റ്റൻഷ്യലിസമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്ട്രക്ചറലിസമാണ്. അപ്പോൾ ഇത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുകൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഓർത്ത് വയ്ക്കുക. ഈ ഒരു സാർത്ര വരുന്നത് എക്സിസ്റ്റൻഷ്യലിസത്തിലാണെന്ന് ഓർത്ത് വയ്ക്കുക. സാർത്ര അത് ചോദ്യത്തിലൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ആളായിരിക്കും സാർത്ര എന്നുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ ബാക്കി സ്ട്രക്ചറലിസവും കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ക്ലോദ് ലെവിസ്ട്രോസും ഫെർഡിനാൻഡ് ഡി സൊസൂറുമാണ് അതിൻ്റെ അവതാരകരായിട്ട് വരുന്നത്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നൽകിയിരുന്നു, തെറ്റിച്ച ക്വസ്റ്റ്യനാണ് ഞാനത്. അതായത് ക്ലോദ് ലെവിസ്ട്രോസും സൊസൂറുമായിരുന്നു അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ സാർത്രനെ അവിടെ കൊണ്ടെഴുതി വെച്ചു. അത് സാർത്രനെ പ്രത്യേകം ഓർക്കുക. സാർത്ര എക്സിസ്റ്റൻഷ്യലിസത്തിലാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, പശ്ചിമഭാഗത്ത് കൊച്ചി അഴിവയ്പ്പുമെല്ലാം കൊച്ചു തമ്പ്രാന്മാർ കണ്ണിന് കാഴ്ച വെച്ചാലും ദീന്ത തെക്കു വെണ്ടുരുത്തിയും വടക്ക് പൂഞ്ഞിക്കര പൂർവ്വം ദിക്കിൽ എറണാകുളവുമായി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ഒരു താക്കോൽ വാക്യമെന്ന് പറയത്തില്ലേ, വാക്കെന്ന് പറയില്ലേ, അത് ഇവിടെ എറണാകുളമാണ് കേട്ടോ. എറണാകുളത്തെ കൊച്ചിയെ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കഥ ഏതെന്ന് ചോദിച്ചാൽ അത് ഒരു മുതല നായാട്ടാണ്. CS ഗോപാലപ്പണിക്കരുടെ ഒരു മുതല നായാട്ട്. വാസനാവികൃതിയൊക്കെ ഞാൻ വായിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ വാസനാവികൃതി മദിരാശി പശ്ചാത്തലമാക്കിയ കഥകളുടെ ഗണത്തിൽ വാസനാവികൃതിയുണ്ട്. അതുപോലെ ആരാൻ്റെ കുട്ടിയുണ്ട്. അത് ആ കഥയുടെ കൂടെ വേറൊരു കഥ കൂടെ ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അപ്പം ആ 2 കഥകൾ മദിരാശിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം, PM താജിൻ്റെ നാടകങ്ങൾ ഉള്ളടക്കമായിരുന്നേ. അപ്പം അത് ഇനിയും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വിശക്കുന്നവൻ്റെ വേദാന്തം എന്നുള്ളത് കുടുക്കയാണ്. കുടുക്ക അഥവാ വിശക്കുന്നവൻ്റെ വേദാന്തമാണ്. തീരാത്ത കടം എന്ന് പറഞ്ഞാൽ രാവുണ്ണി എന്ന് പറഞ്ഞ നാടകത്തിലാണ് തീരാത്ത കടത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഭ്രൂണഹത്യ കൊണ്ടുവന്നിരിക്കുന്നത് മേരി ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ്. അതുപോലെ തന്നെ സംഘർഷരഹിതമായ സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നം വരുന്നത്
പാവത്താൻ നാട് എന്നുള്ളതാണ്. പാവത്താൻ നാട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാടകമാണ് പെരുമ്പറ. പെരുമ്പറ അടിയന്തരാവസ്ഥയാണ് വരുന്നത്. പിന്നെ കനലാട്ടം എന്ന് പറഞ്ഞൊരു നാടകം വരുന്നുണ്ട്. പിന്നെ കുടുക്ക എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ് കേട്ടോ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഫോക്ലോറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പാനേങ്കളി അനുഷ്ഠാനകല, പൂജഗദ്ദിക, മന്ത്രവാദം, മടയരി ഇടൽ, പരേതക്രിയ, പേടിതല്ലൽ, പ്രസവമറിക്കൽ ചടങ്ങ്. പേടിതല്ലൽ എന്ന് പറഞ്ഞാൽ പ്രസവം അറിയിക്കുന്ന ചടങ്ങാണ്. പാനേങ്കളി അനുഷ്ഠാനമാണ്. പൂജഗദ്ദിക എന്ന് പറഞ്ഞാൽ ഓർക്കണം മന്ത്രവാദമാണ്. പിന്നെ മടയരി ഇടൽ എന്ന് പറഞ്ഞാൽ പരേതക്രിയയാണ്. അടുത്തൊരു ചോദ്യം തുള്ളലിൽ നിന്നായിരുന്നു. ദുര്യോധന സംഭവിക്കുന്ന അമളി എവിടെ വരുന്നു? അത് സഭാപ്രവേശത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അർജുനൻ്റെ അഭിമാനം തകർന്ന ഒരു തുള്ളൽ വരുന്ന കിരാതമാണ്. കിരാത അർജുനീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതുപോലെ രാവണൻ്റെ അഹങ്കാരം ശമിക്കുന്നത് കാർത്യവീരാർജുന വിജയത്തിലാണ്. അതുപോലെ ഗന്ധർവന്മാർ കൗരവരെ തോൽപ്പിക്കുന്നത് ഘോഷയാത്ര. അതിൻ്റെ എന്താണ് ഉള്ളടക്കം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു തുള്ളലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്ന് അത് ഞാൻ തെറ്റിച്ചുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒരു തുള്ളലിനെ കുറിച്ച് പ്രദക്ഷിണത്തിൽ ചേരനാട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പടയണിയിൽ നിന്നുണ്ടായി വന്നതാണ് തുള്ളൽ എന്നുള്ളതാണ് ഉത്തരം വരിക. പടയണിയിൽ നിന്നാണ് തുള്ളൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത കേവലക്രിയയാണ്. കേവലക്രിയയും പ്രയോജകക്രിയയും എന്ന് പറഞ്ഞിട്ട് പ്രയോജകക്രിയയും രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഓടിക്കുന്നു, പിടിക്കുന്നു, കരയിക്കുന്നു, അരയ്ക്കുന്നു. അപ്പം നമ്മളോട് ചോദിക്കുന്നത് ഇതിൽ നമ്മൾ സ്വന്തം ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതുമാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരാൾ പരപ്രേരണയായി ചെയ്യുന്നു, അതാണ്. സ്വയമായിട്ട് ചെയ്യുന്നത് കേവലം, മറ്റേത് പരപ്രേരണ. അപ്പം നമ്മൾ പഠിക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു എന്നൊക്കെ പറയുന്ന പ്രേരകവും കേവലക്രിയയും മറ്റേത് പ്രയോജകക്രിയയാണ്. അപ്പോൾ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കേവലക്രിയയാണ്. ഓടിക്കുന്നു, ഒരാൾ ഓടിക്കുകയാണ്. കരയിക്കുന്നു, അരയ്ക്കുന്നു. ഇവിടെ അരയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ്. അരയ്ക്കുന്നു. ഇനി അരയുന്നു എന്ന് വന്നാലും അതും ഏതിൽ വരുന്നു? പ്രയോജകക്രിയയിലാണ്. തന്നെ അരയില്ലല്ലോ, ഒരാൾ അരച്ചാൽ മാത്രമേ അരയുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു, അത് എൻ്റെ തെറ്റിയും പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത് പ്രയോജകക്രിയയുടെ ഉദാഹരണം ചോദിച്ചപ്പോൾ. ഈ കേവലക്രിയ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കാരിതമെന്നും അകാരിതമെന്നും. പഠിക്കുന്നു, നടക്കുന്നു എന്ന് പറഞ്ഞാൽ കായുണ്ടല്ലോ, ഇക്കയുണ്ട്, അത് കാരിതം. ഇനി ഓടുന്നു, ചാടുന്നു, അതിൽ കായില്ല, അത് അകാരിതം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ അടുത്തത് തുള്ളലിനെ കുറിച്ചുള്ള ഉത്ഭവത്തിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. പടയണിക്ക് ഉപയോഗിച്ച സാമ്പ്രദായ കലകയെ പരിഷ്കരിച്ച് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ആ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഘടകർപ്പര കാവ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അത് പ്രദീപൻ പാമ്പിരിക്കുന്നാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ചോദിക്കാറുണ്ട്. ഘടകർപ്പര കാവ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അതുപോലെ ദളിത് പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കൃതികളുണ്ട്. ദളിത് സാമൂഹിക വിമർശനം നടത്തിയിട്ട് കൃതികൾ. അതുപോലെ എരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നോവലാണ് എരി, ഓർക്കണം. അടുത്തത് കുണ്ടൂരിൻ്റെ ഭാഷാകാവ്യങ്ങളിൽ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൻ, ശക്തൻ തമ്പുരാൻ, കോമപ്പൻ, ഉദയനൻ, കംസൻ. അപ്പം 3 ആൻസർ വന്നാൽ ഇതിൽ കണ്ണൻ, ശക്തൻ തമ്പുരാൻ, കോമപ്പനാണ്. കംസനും ഉദയനും അദ്ദേഹം എഴുതിയിട്ടില്ല. ഇനി ഇതിനകത്ത് ഇല്ലാത്തത് എന്താണ്? പാക്കനാരാണ്. പച്ചമലയാളത്തിലെ ചോദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, മറിമാൻ കണ്ണി മൗലിയുടെ മറിവ് ആർക്കിതറിയാം? ആട്ടക്കഥയിലെ പ്രസിദ്ധമായിട്ടൊരു ആത്മകഥയാണ്. ബാഹുകൻ്റെ ആത്മകഥയാണ്. മറിമാൻ കണ്ണി മൗലിയുടെ മറിവാർക്കിതറിയാം. ആരുടെ ആത്മകഥം? ബാഹുകൻ. 3-ാം ദിവസത്തിലും 4-ാം ദിവസത്തിലാണ് ബാഹുകൻ വരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ബാഹുകൻ ഇത് 3-ാം ദിവസത്തിലാണ് ഈ വരി പറയുന്നത്. ഇനി നോക്കുക, ദളിത് ഭാഷ, ദേശം ദേശീയ മാർഗം. ദളിത് ഭാഷ, അതുപോലെ ദേശം ദേശീയ മാർഗം, ഈ കൃതികൾ ആരുടേതാണ്? അപ്പം ആ ഒരു ചോദ്യത്തിൽ നമുക്ക് 2 പേര്, കവിയൂർ മുരളിയുടെയാണ് ദളിത് ഭാഷ. ദേശം ദേശീയ മാർഗം എന്നുള്ളത് MP മനോജിൻ്റെയാണ്. MP മനോജ് മാഷിൻ്റെയാണ് ആ കൃതി വരുന്നത്. ഇനി അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്. ഈ ഭാഷാശാസ്ത്രത്തിൽ നിന്നാണ്. തിലകം, കുതിര. തിലകം, അതിൽ തീ നോക്കുക. തിലകം, അത് നമ്മൾ കടൽ, പകൽ, പങ്ക എന്നുള്ള കായ്ക്ക് പറയുന്ന ഉച്ചാരണ വ്യത്യാസത്തിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. അത് പൂരക ബന്ധത്തിലാണ് വരുന്നത്. കര, അവിടെ രായ്ക്കാണ് വ്യത്യാസം വന്നിട്ട് വ്യത്യയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. രായും റായും 2 അർത്ഥം കൊണ്ടുപോയിക്കാണ്. അപ്പോൾ വ്യത്യയമാണ് സംഭവിക്കുന്നത്. തിലകം, കുതിരയിൽ നമ്മൾ തീ പറയുന്ന ഉച്ചാരണമാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ പൂരകബന്ധം. ചുവപ്പ്, ഒരേ സാധനത്തിന് തന്നെ അക്ഷരം മാറിയാലും അർത്ഥവ്യത്യാസം ഒന്നും വരുന്നില്ല. ചുമപ്പ് അങ്ങനെ വരുന്നാൽ അത് സ്വതന്ത്ര പരിവർത്തനമാണ്. ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ കാര്യത്തിന്. സ്വതന്ത്ര അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ കാര്യമാണ് പറയുന്നത്. സ്വതന്ത്ര പരിവർത്തനം. തിരക്ക്,
തിരക്ക് എന്നുള്ള തിരക്ക് ഈ കയറിയാൽ താലവ്യീകരണമാണ് അവിടെ നടന്നിരിക്കുന്നത്. താലവ്യീകരണം. അടുത്ത ചോദ്യം ഞാൻ തെറ്റിച്ചതാണ്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തന്നേക്കാം. ബർസയിലെ കഥാപാത്രം ആരാണ്? ബർസയിൽ സബിതയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. ബർസ സബിത. അതുപോലെ നിദ്രാമോഷണത്തിലെ കഥാപാത്രം ദമയന്തിയാണ്. ദമയന്തി. ആയുസ് 196 ഡിഗ്രി സെൽഷ്യസ് 196 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള നോവലിൽ അതിൽ വരുന്നത് അംബാലികയാണ്. അപ്പോൾ ഈ അംബാലിക എന്ന് കണ്ടപ്പോൾ ഞാൻ അമ്പയെ ഓർത്തു പോയി. അമ്പ സമുദ്രശിലയിലെ കഥാപാത്രമാണ്. ഇവിടെ പിന്നെ തന്നത് ഫാത്തിമയായിരുന്നു. ഫാത്തിമ ഹെർബേറിയത്തിലാണ് കഥാപാത്രമായി വരുന്നത്. ഫാത്തിമ ഹെർബേറിയം, അതുകൂടി ഓർത്തു വയ്ക്കുക. ചരിത്ര സംഭവങ്ങളുടെ കാലക്രമം മറ്റൊരെണ്ണം വരാറുണ്ട്. പഴശ്ശിക്കലാപം, തൃപ്പടിദാനം, കുണ്ടറ വിളംബരം, കുളച്ചൽ യുദ്ധം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമതായിട്ട് വരുന്ന കുളച്ചൽ യുദ്ധമായിരിക്കും. 1741 അതിൻ്റെ വരുന്നത്. തൃപ്പടിദാനം വരുന്നത് 1750 ജനുവരി 3 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നത്. അതാണ് തൃപ്പടിദാനം. ഇനി പഴശ്ശികലാപം വരുന്നു. പഴശ്ശികലാപം വരുന്നത് 1793 1793. അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ, മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ്. അതിൻ്റെ ഇടയിൽ 1793 മുതൽ 97 വരെയൊക്കെയാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം ഓർക്കണം, 1800 1805 ഇടയ്ക്കാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതിയിട്ടുണ്ട്, നോക്കണേ. അതുപോലെ കുണ്ടറ വിളംബരമാണ്. അത് 1809 ജനുവരി 11 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. അത് വിദേശികൾക്കെതിരെയായിരുന്നു, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയായിരുന്നു എന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യം മുക്തകങ്ങളാണ്. ഈ മുക്തകങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മുക്തകങ്ങളെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ജാതിജാതാനുകമ്പ എന്ന് തുടങ്ങുന്ന ആരുടെയാണ്? ജാതിജാതാനുകമ്പ എന്ന മുക്തകം കോട്ടയത്ത് തമ്പുരാൻ്റെയാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോട്ടയത്ത് തമ്പുരാൻ. രണ്ടാമത്തെ ആരാമത്തിൽ കുളിർ കൽത്തറയിൽ, അത് പഠിച്ചിട്ടില്ല. ആരാമത്തിൽ കുളിർ കൽത്തറയിൽ നിന്ന് ആരംഭിക്കുന്നത് ആരുടെയാണെന്ന് ചോദിച്ചു. അത് നാലപ്പാടൻ്റെയാണ്. നാലപ്പാട്ട്, അതും പഠിച്ചിട്ടുണ്ടല്ലേ, നാലപ്പാടിൻ്റെ തന്നെയാണ്. അടുത്തതൊന്ന് മർത്യാകാരേണ എന്ന് തുടങ്ങുന്നത് അത് ഒറവങ്കരയുടെയാണ്. ഒറവങ്കര. ഇതിനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് എന്നോർക്കുക. ഇനി പാടത്തിൻ കര നീല നിറമായി വേലിക്കൊരാഘോഷമായി എന്ന് തുടങ്ങുന്നുണ്ട്. അത് ചേലപ്പറമ്പിൻ്റെയാണ്, ഓർക്കുക. അതും ചോദിച്ചിട്ടുണ്ട് മുൻകാലത്ത്. അടുത്ത ചോദ്യം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, കാവ്യം എന്തൊക്കെ നൽകുന്നു? കാവ്യം യശസ്സേ അർത്ഥകൃതേ. അതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് ധനം, യശസ്സ്, ആനന്ദം, അമംഗളനാശം. ധനം, യശസ്സ്, ആനന്ദം, അമംഗളനാശം എന്നിവയാണ് കാവ്യം നൽകുന്നത് എന്നോർക്കുക. ഇനി അടുത്തത് KG ജോർജ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ചോദിച്ചിരുന്നു. KG ജോർജിൻ്റെ സംവിധാനത്തിൽ വന്നത് ഇരകൾ. ഒന്ന് ജോജിയൊക്കെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ചലച്ചിത്രമാണ് ഇരകൾ. അതുപോലെ രണ്ടാമത് വരുന്നത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ളതാണ്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. അതുപോലെ അടുത്ത് വരുന്നത് മറ്റൊരാൾ എന്നുള്ളതാണ്. മറ്റൊരാൾ വേറെ തന്നേക്കുന്ന സൂസന്നയും കഥാവശേഷനുമാണ്. അത് രണ്ടും TV ചന്ദ്രൻ്റെ പടങ്ങളാണ്, അതായത് ചലച്ചിത്രങ്ങളാണ്. TV ചന്ദ്രൻ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് സൂസന്നയും കഥാവശേഷൻ എന്നുള്ള ചലച്ചിത്രവും. പത്രങ്ങളുടെ കാലക്രമത്തിൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. വിദ്യാവിലാസിനി 1881 വരുന്നത്. പിന്നെ വിദ്യാവിനോദിനി 89 വരുന്നത്. ഭാഷാപോഷിണി 92 വിവേകോദയം 1904. വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, വിവേകോദയം എത്രയാണ്? SNDP ആരംഭിക്കുന്ന 1903 1904 കുമാരനാശാൻ്റെ നേതൃത്വത്തിൽ, അതായത് സ്ഥാപക പത്രാധിപത്യത്തിൽ ഈ ഒരു വിവേകോദയം വരുന്നത്. ഭാഷാപോഷിണി എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. 1892 ഇത് വരുന്നത്. പിന്നെ വിദ്യാവിനോദിനിയുടെ CP അച്യുതമേനോനാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. വിദ്യാവിലാസിനി എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ പാഠപുസ്തക കമ്മിറ്റിക്ക് വേണ്ടിയുള്ളൊരു മാസിക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ് ഈ വിദ്യാവിലാസിനി എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് പറയുന്ന വിദ്യാവിലാസിനിയെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആൻസറിൽ സാധാരണ കാണുന്ന വിദ്യാവിനോദിനിയാണ് കേട്ടോ. ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തിരുവിതാംകൂറിലെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടാണ് ഇത് വന്നത്. അപ്പം കേരളവർമ്മയായിരുന്നു 1864 65 പാഠപുസ്തക കമ്മിറ്റി വരുന്നു. അപ്പം അണ്ണാജി രാജയായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത്. അതായത് അതിൻ്റെ കാര്യങ്ങൾ നോക്കി അധ്യക്ഷപദം നോക്കിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് 1866 കേരളവർമ്മ പദം ഏറ്റെടുത്തത്. അപ്പോൾ അതും ഓർത്തു വെക്കണം. പിന്നെ
വിലാസിനി. വീണ്ടും അതേ ഒരു ചോദ്യം കാലഗണനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ നൽകിയിരുന്നത് അതേപോലെ തന്നെ കേരള പത്രിക ഉണ്ടായിരുന്നു. 1884 ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ്റെ ഒരു നേതൃത്വത്തിൽ അല്ലെ ഉടമസ്ഥതയിലാണ് ഈ ഒരു കേരള പത്രിക 1884 വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നസ്രാണി ദീപികയാണ്. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അല്ലേ, ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ഇതിൽ വന്നതാണ് നസ്രാണി ദീപിക. ഈ നസ്രാണി ദീപിക പിന്നീട് പത്രമാകുന്നുണ്ട്. ആ പത്രമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എഡിഷൻ ആദ്യമായിട്ട് വന്നതെന്ന് പഠിക്കുന്നതും അതുപോലെ ഇന്നും നിലനിൽക്കുന്ന പത്രമായിട്ട് നമ്മൾ പഠിക്കുന്ന ദീപിക എന്നുള്ള പത്രം. അപ്പോൾ അതും ഓർക്കുക. പിന്നെ അത് ജാതി സൂചകമായ പദം ആദ്യമായി കാണുന്ന പത്രം എന്നുള്ളതും അതിനുള്ള ഇതാണ്. പിന്നെ വിദ്യാവിനോദിനി 1889 ഞാൻ പറഞ്ഞല്ലോ. ഭാഷാഭൂഷണി 1892 വരുന്നു. മംഗളോദയ പിന്നെ കൊടുത്തിരുന്നത് 1908 അപ്പൻ തമ്പുരാൻ്റെ ഉടമസ്ഥതയിലാണ് മംഗളോദയം. രസികരഞ്ജനി അവസാനിച്ചപ്പോഴാണ് മംഗളോദയം വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പൻ തമ്പുരാനെ കൂടാതെ ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ.